ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു അടിപൊളി കിടിലൻ ത്രില്ലർ സാധനമാണ്. അമേരിക്ക എന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ രാജ്യം. അവിടെ ഒരു നിയമം വരികയാണ്. വർഷത്തിൽ ഒരിക്കൽ ആർക്കും ആരെയും കൊല്ലാം. എങ്ങനെയുണ്ടാവും അങ്ങനെ ഒരു നിയമം വന്നാൽ? ആ ഒരു നിയമവുമായി ബന്ധപ്പെട്ട ഒരു കിടിലൻ സിനിമയുടെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ കഥ ആരംഭിക്കുമ്പോഴേ കാണിക്കുന്നത് സാൻഡിൻ എന്ന പേരുള്ള ഒരു കുത്തക മുതലാളിയാണ്. നമ്മൾ താമസിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട്ടിലേക്ക് പ്രൊട്ടക്ഷൻ സെറ്റപ്പ് ചെയ്യുക എന്നതാണ് ഇയാളുടെ ജോലി. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണല്ലോ ഈ നിയമം. ഇതിന് പറയുന്ന പേര് പർജ് ഡേ എന്നാണ്. ഈ പർജ് ദിവസങ്ങളിൽ വൈരാഗ്യമുള്ള ആളുകളുടെ വീട്ടിലേക്കൊക്കെ ഓരോരോ ആളുകൾ തോക്കും കത്തിയൊക്കെ പിടിച്ച് കയറി വരും. വീടിന് മര്യാദയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കൂളായിട്ട് ആ വാതിലും തല്ലിപ്പൊളിച്ച് വീട്ടിന്റെ അകത്തേക്ക് കയറി അവർക്ക് വേണ്ട ആൾക്കാരെ കൊല്ലുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സാൻഡിൻ എന്ന് പറയുന്ന ആളുടെ ടീം പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അയാളിപ്പോൾ അയാളുടെ വണ്ടി ഓടിച്ചുകൊണ്ട് അയാളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിനിടയിൽ അയാൾ അയാളുടെ ഓഫീസിലെ സ്റ്റാഫിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അയാളുടെ സ്ഥാപനം എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അതിന് മറുപടിയായിട്ട് നിങ്ങളാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ബിസിനസ്മാൻ എന്നാണ് അയാളുടെ ഓഫീസ് സ്റ്റാഫ് മറുപടി പറയുന്നത്. അതെല്ലാം കേൾക്കുന്ന അയാൾക്കാണെങ്കിൽ വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ ആ ഫോണൊക്കെ കട്ട് ചെയ്തതിനു ശേഷം അയാളിപ്പോൾ റേഡിയോയിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ പർജ് നൈറ്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഓരോരോ ആളുകളുടെ അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ വീട്ടിനകത്ത് തന്നെ അടച്ചുപൂട്ടിയിരിക്കാൻ പോവാണെന്നാണ്. എന്നാൽ വേറെ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ശത്രുതയുള്ള എല്ലാ ആളുകളെയും ഇന്ന് തീർക്കുന്നതാണ്. അതൊക്കെ കേട്ടുകൊണ്ടാണ് അയാൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അയാൾ അയാളുടെ വീട്ടിലെത്തി. വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ അയാളുടെ ഭാര്യയായ മേരി രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാൻഡിൻ ചെന്ന ഉടനെ തന്നെ അവളോട് ഓരോരോ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇന്നത്തെ ഡിന്നർ കഴിക്കുമ്പോൾ നിങ്ങളോട് എനിക്കൊരു സർപ്രൈസ് പറയാനുണ്ട് എന്നും കൂടെ അയാൾ പറയുന്നുണ്ട്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ കുളിക്കാൻ പോകുന്നു. ഈ സമയം മേരി ആണെങ്കിൽ അവിടുത്തെ ന്യൂസ് ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ പർജ് എന്ന് പറയുന്ന നിയമം ഉണ്ടായതിന്റെ കാരണങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നികൃഷ്ടമായ ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യന്റെ ഉള്ളിൽ പല രീതിയിലുള്ള വികാരങ്ങളുണ്ട്. അതൊന്നും ചിലപ്പോൾ പൂർണ്ണമായിട്ടും ആർക്കും പുറത്തു കാണിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ദിവസം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. ഇതേ സമയം തന്നെ സാൻഡിന്റെ മോളായ സോയി ആണെങ്കിൽ അവളുടെ റൂമിലാണ്. അവളുടെ ബോയ് ഫ്രണ്ടും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർ രണ്ടാളും കൂടെ ആ റൂമിന്റെ അകത്തിരുന്ന് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ പ്രണയ മുഹൂർത്തത്തിന്റെ ഇടയിലാണ് അവളുടെ അച്ഛൻ അങ്ങോട്ട് കയറി വരുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ സോയിക്ക് ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി. ദേ നോക്ക്, അച്ഛൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നീ ഇവിടെ നിൽക്കണ്ട, വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഈ പർജ് ആരംഭിക്കാൻ ഇനി വെറും 1 മണിക്കൂറും കൂടിയേ സമയമുള്ളൂ, അതുകൊണ്ട് വേഗം പോകാൻ നോക്ക് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. വീടിന്റെ പുറകുവശത്തെ കോണി വഴിയാണ് അവൻ കയറി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോവാനും ആ വഴി തന്നെയുള്ളൂ. അവൻ അതിലെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ വീടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മനുഷ്യൻ നിൽക്കുന്ന അവർ ശ്രദ്ധിക്കുന്നത്. അയാൾ അയാളുടെ വാളിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും ഇന്ന് രാത്രി അയാൾ ആർക്കോ പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതൊക്കെ നോക്കിയതിന് ശേഷം വളരെ ടെൻഷനോടെയാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. മേരി ഇപ്പോൾ വീടിന്റെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയം അവളുടെ അയൽവാസിയായ ഗ്രേസ് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മറ്റൊന്നിനുമല്ല, അവർ കുറച്ച് കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ ആ റോഡ് സൈഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മറ്റൊരു ദമ്പതികൾ അങ്ങോട്ട് പോകുന്നത്. ഇവരുടെ പരിചയക്കാർ തന്നെയാണ് അവരും. കുറച്ച് സമയം വിശേഷങ്ങളൊക്കെ തിരക്കി ഒരു സേഫ് നൈറ്റ് ആശംസിച്ചിട്ടാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഗ്രേസും മേരിയും കൂടെ അവളുടെ വീട്ടിന്റെ അടുത്തേക്ക് നടക്കുന്നു. ഈ അടുത്താണ് മേരിയുടെ വീടിന്റെ മുൻഭാഗം അവർ പുതുക്കി പണിതിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം ഗ്രേസ് വളരെ രഹസ്യമായിട്ട് അവിടുത്തെ ആളുകൾ പറയുന്ന ചില കാര്യങ്ങൾ അവളോട് പറയുന്നുണ്ട്. അതായത് ആ ഏരിയയിലുള്ള ആളുകൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. ഈ സാൻഡിൻ പുതിയൊരു സെക്യൂരിറ്റി സിസ്റ്റം കണ്ടുപിടിച്ചിട്ട് അത് ആ ഏരിയയിലുള്ള എല്ലാ വീട്ടിലും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അയക്ക് കിട്ടിയ കാശ് കൊണ്ടാണ് ആ വീടിന്റെ മുൻഭാഗം പണിതിരിക്കുന്നത്. അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കാശ് വെച്ചിട്ടാണ് ഇയാൾ ഇതെല്ലാം ഉണ്ടാക്കിയെന്നാണ്. ഗ്രേസ് ആ പറയുന്നതൊക്കെ വളരെ വിഷമത്തോടെയാണ് മേരി കേൾക്കുന്നത്. അവൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാം കേട്ടിരിക്കാന്നല്ലാതെ അതിന് മറുപടി ഒന്നും പറയുന്ന ശീലമൊന്നും അവൾക്കില്ല. അത് ഗ്രേസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത്? പറയാനുള്ളവർ അങ്ങനെ പലതും പറയും. നിന്റെ ഹസ്ബൻഡിന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ പണിതെന്ന് എനിക്കും എന്റെ കുടുംബത്തിന് നന്നായിട്ട് അറിയാം. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഗ്രേസ് അവളെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് വിടുന്നു. ഇനി നമുക്ക് സാൻഡിന്റെ ഇളയ മകനെ പരിചയപ്പെടാം. ഇവന്റെ പേര് ചാർലി എന്നാണ്. ആളൊരു കൊച്ചു സയന്റിസ്റ്റ് ആണ്. അവൻ അവന്റെ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അവൻ ടിമ്മി എന്ന് വിളിക്കുന്ന ഒരു പാവക്കുട്ടി. ഇവനങ്ങനെ സാധാരണ പാവക്കുട്ടി
പോലെയൊന്നല്ല കേട്ടോ. റിമോട്ട് കൺട്രോളിലാണ് ഈ പാവക്കുട്ടി പ്രവർത്തിക്കുന്നത്. അതിന്റെ കണ്ണിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാർലി ഒരു സീക്രട്ട് റൂമിന്റെ അകത്ത് നിന്നിട്ടാണ് ഈ പാവക്കുട്ടിയെ കൺട്രോൾ ചെയ്യുന്നത്. അതിനകത്തിരുന്നിട്ട് തന്നെ ആ പാവക്കുട്ടിയുടെ കണ്ണുകളിലൂടെ ആ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവന് കാണാൻ സാധിക്കും. ഈ ഒരു അവസരത്തിൽ ചാർലി ആ പാവക്കുട്ടിയെ കുറിച്ച് അവന്റെ അമ്മയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതായത് അവൻ അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിന് നൈറ്റ് വിഷൻ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് പാട്ട് പ്ലേ ചെയ്യാൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ അവന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇത്ര ചെറുപ്പത്തിലേ ഉള്ള അവന്റെ ഈ കൂർമ്മ ബുദ്ധിയൊക്കെ ആലോചിച്ച് വളരെ അഭിമാനത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ സമയം രാത്രിയായി. എല്ലാവരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അയാൾ പറഞ്ഞല്ലോ എനിക്കൊരു സർപ്രൈസ് പറയാനുണ്ടെന്നുള്ള കാര്യം. ഈ അവസരത്തിൽ അയാൾ അത് അവരോട് പറയാണ്. അതായത് ഈ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ വിൽക്കുന്നതിൽ ഈ സാൻഡിന്റെ കമ്പനിയാണ് ഇപ്പോൾ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത്. മാത്രമല്ല ഈ ഒരു വർഷത്തിൽ ഒരുപാട് ലാഭവും അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് അയാൾ ഇപ്പോൾ അയാളുടെ ഫാമിലിയോട് പറയുന്നത്. അതെല്ലാം കേട്ട് അവരുടെ ഫാമിലി ആണെങ്കിൽ ആകെ സന്തോഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അവർ പതിവ് പോലെയുള്ള അവരുടെ ദിവസങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഈ അവസരത്തിലാണ് സമയം 7 മണിയാവാനായി എന്ന കാര്യവും ശ്രദ്ധിക്കുന്നത്. 7 മണിക്കാണ് പർജ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വീട്ടിലെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഓൺ ആക്കാനുണ്ട്. സാൻഡിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അയാളുടെ കൺട്രോൾ റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ കുറെ TV സ്ക്രീൻ വെച്ചിട്ടുണ്ട്. വീടിന്റെ 4 ഭാഗത്തും CCTV ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന സ്ക്രീനാണത്. അയാൾ നോക്കുമ്പോൾ 2 ആളുകൾ തൂക്കും പിടിച്ചതിലെ നടന്നു വരുന്നുണ്ട്. ഈ സാൻഡിന് അറിയാവുന്ന ആളുകൾ തന്നെയാണത്. അവരാരെയോ തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. അത് നോക്കി നിൽക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ഗ്രേസ് ഉണ്ടല്ലോ അവളുടെ വീട്ടിലേക്ക് അയാൾ ശ്രദ്ധിക്കുന്നത്. അവിടെ എന്തോ പാർട്ടി നടക്കാൻ പോവാണെന്ന് തോന്നുന്നു. കുറെ ആൾക്കാർ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കുറച്ച് സമയം നോക്കിയതിന് ശേഷം അയാൾ ആ വീട്ടിന്റെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഓണാക്കാൻ തുടങ്ങി. അതിനു മുമ്പായി ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ അയാൾ ഒരു തോക്ക് കയ്യിലെടുക്കുന്നുണ്ട്. ആ തോക്കെടുത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് അയാൾ ആ സെക്യൂരിറ്റി സിസ്റ്റം ഓണാക്കുന്നത്. അതിനുവേണ്ടി അയാൾ ഒരു ബട്ടണിൽ വിരലമർത്തുന്നു. അതോടൊപ്പം തന്നെ ആ വീട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഷട്ടറൊക്കെ അടയാൻ തുടങ്ങി. നല്ല ബലമുള്ള ഒരു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ഷട്ടറാണത്. ആയതിനാൽ ആർക്കും അത് പൊളിക്കാനൊന്നും സാധിക്കത്തില്ല. അങ്ങനെ ആ വീട് മൊത്തത്തിൽ ക്ലോസ് ചെയ്തതിന് ശേഷം എല്ലാ വർഷവും ഈ പർജ് ദിനത്തിൽ അവർ ചെയ്യുന്ന പരിപാടികൾ തന്നെയാണ് അവർ ചെയ്യുന്നത്. അതായത് എന്തൊക്കെയാണ് പുറത്ത് സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ നോക്കിക്കൊണ്ട് ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ് അവരെല്ലാവരും. അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ ഒരു അനൗൺസ്മെന്റ് അവിടുത്തെ TVയിൽ വരാൻ തുടങ്ങി. അത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള അനൗൺസ്മെന്റ് ആണ്. ഈ പർജ് നൈറ്റിൽ എന്തൊക്കെയാണ് അനുവദനീയമായത്, എന്തൊക്കെയാണ് അനുവദനീയമല്ലാത്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ അനൗൺസ്മെന്റിൽ പറയുന്നത്. ഈ പർജ് നൈറ്റിൽ ക്ലാസ് 4ഉം അതിന് താഴേക്കുമുള്ള ഏതൊരായുധവും ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം 10 റാങ്കിൽ വരെ വരുന്ന ഗവൺമെന്റ് ഓഫീഷ്യൽസിനെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. അവരെ ഉപദ്രവിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. സൈറൻ മുഴങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഏതൊരു കുറ്റകൃത്യവും അനുവദനീയമാണ്. അതിൽ കൊലപാതകവും ഉൾപ്പെടും. നാളെ രാവിലെ 7 മണി വരെയാണ് ഈ കാര്യങ്ങളൊക്കെ അനുവദനീയമായിട്ടുള്ളത്. ആ സമയം വരെ ഒരു ഹോസ്പിറ്റലോ ഒരു പോലീസ് സ്റ്റേഷനോ ഒരു ഫയർഫോഴ്സ് സ്റ്റേഷനോ ഒന്നും തുറക്കുന്നതായിരിക്കത്തില്ല. ഇങ്ങനെയുള്ള ചില നിയമങ്ങളാണ് ആ ബ്രോഡ്കാസ്റ്റിൽ പറയുന്നത്. അത് പറഞ്ഞ് തീർന്ന ഉടനെ തന്നെ ആ സൈറനും മുഴങ്ങുന്നു. ആ സൈറന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുടെ മുഖത്ത് നല്ല പേടി പ്രകടമാണ്. അത് കാണുന്നവരുടെ അച്ഛനാണെങ്കിൽ അവർ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ തുടങ്ങി. നമ്മളിത് എത്ര വർഷമായിട്ട് കാണുന്നതാണ്. ഈ വീടിന്റെ പുറത്ത് ഇന്ന് പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും നമ്മളൊരിക്കലും ബാധിക്കാൻ പോകുന്നില്ല. നമ്മളിവിടെ സേഫ് ആണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ അച്ഛൻ അവരെ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ അവരുടെ ആ സംസാരമൊക്കെ കഴിയുമ്പോൾ ഞാൻ എന്റെ റൂമിലേക്ക് പോവാണ്, ഞാൻ അവിടെയാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞ് നമ്മുടെ സോയ് അവളുടെ റൂമിലേക്ക് പോകുന്നു. അവൾ പോയത് കാണുമ്പോൾ ചാർലി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പക്ഷെ പോകുന്നതിന് മുമ്പേ അവൻ അവന്റെ അച്ഛനോട് അമ്മയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് ആരെയും കൊല്ലാൻ പോവാത്തത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് അവന്റെ അച്ഛനാണ്. നോക്ക് ചാർലി, നീ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സിൽ ഇതുപോലുള്ള പല ക്വസ്റ്റ്യനും ഉണ്ടാവും. ഈ പർജ് ഡേ എന്ന് പറയുന്നത് ആളുകളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ക്രൂരതയും അതുപോലെ ദേഷ്യത്തെയും ഒക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ദിവസം ഉള്ളത് നല്ലത് തന്നെയാണ്. ഒരുപക്ഷെ എനിക്കും നിന്റെ അമ്മയ്ക്കും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളും തീർച്ചയായിട്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാനെ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നിനക്കറിയാലോ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. വെറും 1% ഇവിടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ആ പാവപ്പെട്ട ആളുകളെ മുഴുവൻ ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഏറ്റവും സമ്പന്നമായി തീരും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം നടപ്പിലാക്കുന്നത് നല്ലതിനാണ് എന്നൊക്കെയാണ് അയാൾ മകന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ചാർലിക്ക് അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ സോയി അവളുടെ റൂമിലെത്തി. ഈ സമയത്താണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. അവർ ഡിന്നർ കഴിക്കുന്ന സമയത്താണ് അവൻ അതിന്റെ അകത്തേക്ക് കയറി വന്നത്. ആ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞതിന് ശേഷം അവർ വീണ്ടും പ്രണയിക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ അവരുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ പതിവ് പോലെയുള്ള വൈകുന്നേരത്തെ എക്സസൈസിൽ മുഴുകിയിരിക്കുകയാണ്. ചാർലി ആണെങ്കിലോ അവന്റെ ആ ടിമ്മി എന്ന പാവക്കുട്ടിയെയും കൊണ്ട് ആ വീട് മുഴുവൻ കറങ്ങി നടക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. സോയുടെ ബോയ് ഫ്രണ്ടായ ഹെൻറി അവളോട് ഒരു കാര്യം പറയാണ്. അവന് സോയെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവരുടെ അച്ഛൻ അറിയാം. പക്ഷെ അയാൾക്കാണെങ്കിൽ ഇവനോട് ദേഷ്യമാണ്. മേലാൽ ഇവളെ കാണാൻ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവനെ വാൺ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ രാത്രി അതിനെക്കുറിച്ച് അയാളോടൊന്ന് സംസാരിക്കാനാണ് അവൻ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൾക്കത് കേൾക്കുമ്പോൾ ശരിക്കും
പേടിയാവാൻ തുടങ്ങി. നീ വെറുതെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കരുത്, പുള്ളിക്ക് ദേഷ്യം വരും, അങ്ങനെ അതൊരു അടിപിടിയിൽ കലാശിക്കത്തുള്ളൂ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഇല്ല സോയി, നീ അതോ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഞാൻ മാന്യമായ രീതിയിൽ തന്നെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, എനിക്കിങ്ങനെ നിന്നെ കാണാതിരിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇതേസമയം ചാർലി ആണെന്നുണ്ടെങ്കിൽ അവൻ ആ ടിമ്മിയെ ഓടിച്ചുകൊണ്ട് അച്ഛന്റെ റൂമിൽ എത്തിയിട്ടുണ്ട്. അത് വെച്ച് അവൻ അവിടുത്തെ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു. എന്തൊരു വെടിശബ്ദം കേട്ടിട്ടാണ് മേരി അവളുടെ ഹസ്ബൻഡിനെയും കൂട്ടി അവരുടെ ആ CCTV റൂമിലേക്ക് ചെല്ലുന്നത്. അവർ നോക്കുമ്പോൾ ആ ഏരിയയിലൊന്നും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സെർച്ചിങ് ഒക്കെ നിർത്തി അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവർ പോയി കഴിയുമ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഒരു മനുഷ്യൻ നേരെ ഓടി അവരുടെ വീട്ടിന്റെ അടുത്തേക്കാണ് വരുന്നത്. ചാർലി നോക്കുമ്പോൾ അവൻ അയാളെ കാണാൻ സാധിക്കുന്നുണ്ട്. അയാൾ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചാർലി പെട്ടെന്ന് തന്നെ ഓടി നേരെ അവരുടെ ആ CCTV റൂമിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം അയാളെ സൂം ചെയ്ത് നോക്കാൻ തുടങ്ങി. അയാൾ വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട്. മാത്രമല്ല, എന്നെ രക്ഷിക്കണം, അവരെന്നെ കൊല്ലാൻ വരികയാണ്, ഒരിക്കലും ഒരു മരണം ഞാൻ അറിയിക്കുന്നില്ല എന്നൊക്കെയാണ് അയാൾ വിളിച്ചു പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ചാർലിയുടെ മനസ്സ് അലിയാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് തന്നെ ആ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് അടിക്കുന്നു. അങ്ങനെ ആ താത്തിയ ഷട്ടറൊക്കെ പൊങ്ങി വരാൻ തുടങ്ങി. ആ ശബ്ദം കേൾക്കുമ്പോൾ അവന്റെ അച്ഛനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയം ചാർലി ആണെന്നുണ്ടെങ്കിൽ വേഗം ഓടിച്ചെന്ന് അയാൾ അകത്തേക്ക് വിളിക്കാൻ തുടങ്ങി. അവൻ വിളിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ അയാൾ അവന്റെ വീട്ടിലേക്ക് ഓടി വരുന്നു. ഈ സമയം ചാർലിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ വേഗം ചെന്ന് ആ ഷട്ടർ അടയ്ക്കാനുള്ള ബട്ടണിൽ വിരലമർത്തുന്നു. അങ്ങനെ അത് വീണ്ടും താഴാൻ തുടങ്ങി. പക്ഷെ അത് പൂർണ്ണമായിട്ടും താഴുമ്പോഴേക്കും അയാൾ അകത്തേക്ക് കയറി വരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ അകത്തേക്ക് കയറി വന്നത് കണ്ട് സാൻഡിനും മേരിയും ആകെ പേടിച്ച് നിൽക്കാണ്. ഇയാൾ ഏത് തരക്കാരനാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ സാൻഡിൻ വേഗം അയാളുടെ തോക്ക് കയ്യിലെടുക്കുന്നു. ഈ സമയത്താണ് സോയിയുടെ ബോയ് ഫ്രണ്ട് താഴേക്ക് വരുന്നത്. സംസാരിക്കാനാണ് വന്നത് എന്നാണ് അവളോട് പറയുന്നതെങ്കിലും അയാളെ കൊല്ലാനാണ് അവൻ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൻ പെട്ടെന്ന് ഒരു തോക്കെടുത്ത് അയക്ക് നേരെ വെടിവെക്കുന്നു. അത് കാരണം അയാളും അവനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് സോയി അങ്ങോട്ട് വരുന്നതും അവനെയും പിടിച്ചുകൊണ്ട് മുകളിലേക്ക് തന്നെ പോകുന്നു. തന്റെ മകൾ അവനെ സഹായിച്ചത് കണ്ട് സാൻഡിനാണെങ്കിൽ ശരിക്കും അത്ഭുതമായി. അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ ചാടി നിൽക്കുന്നു. ഈ സമയത്താണ് അയാൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അകത്തേക്ക് കയറി വന്ന ആ മനുഷ്യനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. അയാൾ ഇത് എവിടെ പോയി, നീ എന്തിനാണ് അയാൾ അകത്തേക്ക് കയറ്റിയത് എന്നൊക്കെ അയാൾ അയാളുടെ മകനോട് ചോദിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അയാൾ വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആരൊക്കെയോ അയാളെ കൊല്ലാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആരും തന്നെ അയാൾക്ക് വാതിൽ തുറന്നു കൊടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തുറന്നു കൊടുത്തത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. നീ എന്താണ് ചാർലി കാണിച്ചത്, അയാൾ എങ്ങനത്തെ ആളായിരിക്കും എന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അയാൾ അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ നിങ്ങളിപ്പോൾ അവനെ വഴക്ക് പറയാതിരിക്കേ, അയാൾ ഇവിടെ നിന്ന് എങ്ങോട്ടോ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അയാളെ കാണാത്തത്. ആ ഹെൻറി ഇപ്പൊ ഇതിനകത്ത് തന്നെയുണ്ട്, നമ്മുടെ മകളാണെങ്കിൽ അവന്റെ കൂടെയും, അവൻ അവളെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് എന്റെ പേടി എന്നാണ് മേരി പറയുന്നത്. അവൾ അത്രയും പറയുമ്പോഴാണ് അയാൾക്ക് ആ ഒരു ബോധം വരുന്നത്. അയാൾ വേഗം തന്നെ അവരെയും കൂട്ടി മറ്റൊരു റൂമിലേക്ക് ചെല്ലുന്നു. ഈ സമയം ഹെൻറിയുടെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ്. അവന്റെ വയറ്റിനിട്ടിട്ടാണ് വെടികൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയം അവന്റെ പണി തീരാം. സോയയാണെങ്കിൽ വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ആ CCTV റൂമിന്റെ അകത്തെത്തി മേരിയെയും ചാർലിയെയും അവിടെ ഇരുത്തിയതിനു ശേഷം സാൻഡിനാണെങ്കിൽ സോയെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. അയാൾ നേരെ ചെല്ലുന്നത് സോയയുടെ റൂമിന്റെ അകത്തേക്ക് തന്നെയാണ്. ആ കാഴ്ച അയാളെ ശരിക്കും വിഷമിപ്പിച്ചു കളഞ്ഞു. ഹെൻറി അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. ഈ സമയത്താണ് നേരത്തെ കണ്ട ആ മനുഷ്യൻ അയാളുടെ പുറകിൽ വന്ന് നിൽക്കുന്നത്. അയാളുടെ കയ്യിൽ ആ തോക്ക് കാണുന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നു. ഇതേ സമയം ആ CCTV റൂമിന്റെ അകത്തിരിക്കുകയാണ് മേരിയും ചാർലിയും. പുറത്തു നിന്നും സോയിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ചാർലി, നീ ഇവിടെ ഇരിക്കും, ഞാൻ ചേച്ചിയുടെ അടുത്തേക്കൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അവർ വേഗം ആ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നു. അവർ പോയി കഴിയുമ്പോൾ ചാർലി ആണെങ്കിൽ ആ സ്ക്രീനിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ദൂരെ നിന്നും ആരൊക്കെയോ അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവൻ വേഗം അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അമ്മയാണെങ്കിൽ സോയിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെൻറി ഇങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എനിക്ക് അച്ഛനോട് സോറി പറയണം എന്നൊക്കെയാണ് സോയി കരഞ്ഞു പറയുന്നത്. നീ വിഷമിക്കാതിരിക്കുക, അച്ഛൻ ഇങ്ങോട്ട് വരും, നീ ഇപ്പൊ എന്റെ കൂടെ റൂമിലേക്ക് വാ എന്നാണ് മേരി പറയുന്നത്. ഈ സമയത്താണ് ചാർലി ആ TV-യിൽ കണ്ട കാര്യം അവരോട് പറയുന്നത്. അത് കേട്ട് അവർ അങ്ങോട്ട് തിരിയുമ്പോഴേക്കും സോയി അവളുടെ അച്ഛനെയും തേടി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം കുറച്ച് ആളുകൾ ചേർന്ന് കയ്യിൽ ആയുധങ്ങളുമായിട്ട് ആ വീടിന്റെ മുന്നിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സാൻഡിനാണെന്നുണ്ടെങ്കിൽ സോയെ അന്വേഷിച്ച് താഴത്തെ റൂമിലെത്തിയിട്ടുണ്ട്. അയാൾ നോക്കുമ്പോൾ പുറത്തു നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അയാൾ എന്താണ് ആ ശബ്ദം എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ സാൻഡിന്റെ വീടല്ലേ, നിങ്ങൾ അകത്തുണ്ടോ എന്നൊക്കെ പറയുന്ന ശബ്ദമാണ് കേട്ടോണ്ടിരിക്കുന്നത്. അതൊക്കെ കേട്ട് അയാളാണെങ്കിൽ ആകെ പേടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. ചാർലി ആണെങ്കിൽ അവരുടെ ആ CCTV ഫുട്ടേജിലൂടെ അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം പേടിച്ചേരേണ്ട സാൻഡിനാണെങ്കിൽ ആ CCTV റൂമിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ആ പുറത്തുള്ള ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം ആ ആളുകളുടെ കൂട്ടത്തിലെ ലീഡർ അവരുടെ ക്യാമറയിൽ നോക്കി ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. സാൻഡിൻ ആ സ്പീക്കർ ഓൺ ആക്കി നോക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അയാൾ പറയുന്നത്
ഇത്രയേ ഉള്ളൂ. എല്ലാ വർഷവും ഈ ദിവസത്തിൽ അവർ ഓരോരോ ആളുകളെ കൊല്ലാൻ പ്ലാൻ ചെയ്യും. ഈ വർഷത്തെ അവരുടെ ഇരകളിൽ ഒരാളായിരുന്നു സാൻഡിന്റെ വീട്ടിൽ കയറിപ്പോയ ആ മനുഷ്യൻ. അവർ അയാളെ ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. പെട്ടെന്നാണ് അയാൾ അവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ട് ഓടിപ്പോയത്. ഏത് വീട്ടിലേക്കാണ് അയാൾ കയറിപ്പോയത് എന്ന കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മുഴുവൻ വീടുകളിലും അവർ അന്വേഷിച്ചു. ആ വീടുകളിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് ഒരുപക്ഷെ സാൻഡിന്റെ വീടിനകത്തേക്കായിരിക്കും കയറിപ്പോയതെന്ന്. ആ ഇൻഫർമേഷനെ തുടർന്നിട്ടാണ് അവരിപ്പോൾ സാൻഡിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അവരുടെ നിബന്ധന ഇത്ര മാത്രമേ ഉള്ളൂ: എത്രയും പെട്ടെന്ന് അവനെ നിങ്ങൾ പുറത്തേക്ക് ഇറക്കി തരാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സിമ്പിളായി അവനെ കൊന്ന് ഞങ്ങളുടെ അടുത്ത ഇരകളെ തേടിപ്പോവാം. ഇനി നിങ്ങൾ അവനെ വിട്ടു തരില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. നിങ്ങൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ടല്ലോ, അതിനൊക്കെ തകർക്കാൻ പോകുന്ന എല്ലാ സെറ്റപ്പും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് പ്രൊട്ടക്ഷനും ഭേദിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ മനുഷ്യനെ പുറത്തേക്ക് ഇറക്കി വിടുക എന്ന് പറഞ്ഞ് കുറച്ച് സമയം കൊടുത്ത് അയാൾ പുറത്തേക്ക് പോകുന്നു. അവരുടെ ആ ഭീഷണിയൊക്കെ കേട്ട് ഇവർക്കെല്ലാവർക്കും പേടിയായിട്ടിരിക്കുകയാണ്. സാൻഡിനെ ആ പേടിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ മേരിക്കാകെ സംശയമായി. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഈ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ നിങ്ങൾ തന്നെയല്ലേ കണ്ടുപിടിച്ചത്? ഇതാർക്കും തകർക്കാൻ പറ്റില്ല എന്നാണല്ലോ നിങ്ങൾ എപ്പോഴും പറയാറ്. പിന്നെന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? അവളുടെ ആ സംശയം അയാൾ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോക്കൂ മേരി, ഈ സെക്യൂരിറ്റി സിസ്റ്റംസ് എന്ന് പറയുന്നത് സാധാരണ കണ്ടീഷനിൽ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് തകർക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തകർക്കാൻ പറ്റാത്തതായി ഈ ലോകത്തൊന്നുമില്ല. പിന്നെ ഇവരിത് തകർക്കാൻ പോവാണെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. ചിലപ്പോൾ പുകയിട്ട് നമ്മളെ പുറത്ത് ചാടിക്കാനാണെങ്കിൽ ഇവരുടെ പ്ലാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അണ്ടർഗ്രൗണ്ടിലൂടെ ഒരു കുഴി ഒഴിച്ച് നമ്മളുടെ അടുത്തേക്ക് വരാനായിരിക്കും. എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഒരൊറ്റ കാര്യം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ: എങ്ങനെയെങ്കിലും നമുക്ക് ഈ വീട്ടിൻ്റെ അകത്തുള്ള അയാളെ തേടി കണ്ടുപിടിക്കണം. അതിനുശേഷം അയാൾ അവർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും സോൾവ് ആവും എന്നാണ് സാൻഡിൻ പറയുന്നത്. പക്ഷെ ചാർലിക്ക് അത് അങ്ങോട്ട് സമ്മതിക്കാൻ വയ്യ. നമ്മൾ എന്തിനാണ് അയാളെ വിട്ടുകൊടുക്കേണ്ട ആവശ്യം? അങ്ങനെ വിട്ടുകൊടുത്ത അയാൾ അവരെ കൊല്ലത്തില്ലയോ? കൊല്ലുക, തിന്ന് എന്ത് വേണേലും ചെയ്യട്ടെ ചാർലി, നമ്മൾ ചാവുന്നതിനെക്കാട്ടും നല്ലതല്ലേ. അതുകൊണ്ട് അയാളെ വിട്ടുകൊടുത്തേ പറ്റൂ എന്നാണ് സാൻഡിൻ പറയുന്നത്. അങ്ങനെ വീട്ടുകാരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ചതിന് ശേഷം അയാൾ ഒരു തോക്കെടുത്ത് ആ മനുഷ്യനെയും തേടി ആ വീട്ടിന്റെ അകത്തും കൂടെ നടക്കാൻ തുടങ്ങി. പുറത്ത് കൂടി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവിടുത്തെ കറണ്ട് മൊത്തം കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചിട്ടാണ് അയാൾ നടക്കുന്നത്. പോകുന്ന വഴിക്കൊക്കെ ചോരപ്പാടുകളൊക്കെ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. തന്റെയും കുടുംബത്തിന്റെയും ഫോട്ടോയുടെ മേലേക്കാണ് അതൊക്കെ ആയിരിക്കുന്നത്. അതെല്ലാം കാണുമ്പോൾ അയാൾക്കൊരു ചെറിയ ടെൻഷനൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും അയാളെ പിടിച്ചേ അടങ്ങൂ എന്ന വാശിയിൽ തന്നെയാണ് അയാൾ. ഈ സമയം മേരി ആണെങ്കിൽ മറ്റൊരു വഴിയിലൂടെ അയാളെ തേടി നടക്കുകയാണ്. അവളിപ്പോൾ നടന്ന് കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഈ സമയം പുറത്ത് നിൽക്കുന്ന കുറെ പെമ്പിള്ളേരുടെ സംസാരം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇതുപോലുള്ള ഒരുത്തനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അവനെ ഞങ്ങൾക്ക് വിട്ടു തന്നൂടെ, എന്നിട്ട് നിങ്ങളുടെ ജീവിതം സംരക്ഷിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് അവരവിടെ കിടന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഇവക്കും ശരിക്കും പേടിയാവുന്നുണ്ട്. ഈ സമയം ചാർലി ആണെങ്കിൽ ആ CCTV റൂമിൽ നിന്ന് മാറുന്നില്ല. എന്താണ് പുറത്ത് നടക്കുന്നത് എന്നത് തന്നെയാണ് അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആരെയും പേടിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം വളരെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള മുഖംമൂടിയാണ് ധരിച്ചിരിക്കുന്നത്. മാത്രമല്ല അവരവിടെ കിടന്ന് ഓരോരോ ആക്ഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ പരസ്പരം കിസ് ചെയ്യുന്നു, ചില ആളുകൾ പരസ്പരം ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം എല്ലാവരും കൂടി നിന്ന് ഇവരുടെ ഈ ക്യാമറയിൽ നോക്കി ഓരോരോ കാട്ടയങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആര് കണ്ടാലും പേടിച്ചു പോകുന്ന ചില നിമിഷങ്ങൾ. ചാർലി കൊച്ചാണല്ലോ, അവന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് തന്നെ ആ കാഴ്ചയൊക്കെ കാണുമ്പോൾ അവൻ ആ TV-യിൽ നിന്ന് കണ്ണെടുക്കുന്നു. ഈ സമയത്താണ് അവൻ അവന്റെ ടിമ്മിയെ കാണുന്നത്. ഇനി അത് വെച്ചൊന്ന് പയറ്റി നോക്കാം എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതേ സമയം സാൻഡിനാണെങ്കിൽ ആ മനുഷ്യനെയും തേടി നടക്കുകയാണ്. ഇരുട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അയാളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ സെർച്ചിന്റെ ഇടയിലാണ് ഒരു മിന്നായം പോലെ അയാളെ സാൻഡിൻ കാണുന്നത്. ആ ഒരൊറ്റ നോട്ടം മാത്രമേ സാൻഡിന് കാണാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് മറഞ്ഞു കഴിഞ്ഞിരുന്നു. സാൻഡിനാണെങ്കിൽ അയാൾ എങ്ങോട്ടാണ് രക്ഷപ്പെട്ടത് എന്ന് നോക്കി നടക്കുകയാണ്. ഇതേ സമയം ചാർലി ആണെങ്കിൽ നമ്മുടെ ടിമ്മിയെ പൊക്കിയിട്ടുണ്ട്. അവനെ വെച്ചിട്ട് ആ മനുഷ്യനെ ആ വീട്ടിനകം മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ. അങ്ങനെ ടിമ്മിയെ കൊണ്ട് അവൻ അവരുടെ സ്വീകരണ മുറിയിലേക്കാണ് ചെല്ലുന്നത്. അവന്റെ ഊഹം തെറ്റിയില്ല, അയാൾ അവിടെ പതുങ്ങിയിരിക്കുന്നുണ്ട്. അയാൾ പതുക്കെ അവിടെ നിന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ചാർലി ആണെങ്കിൽ ടിമ്മിയെ നേരെ അയാളുടെ മുന്നിലേക്കാണ് ആക്കുന്നത്. അതിനുശേഷം അതിൻ്റെ അകത്തുള്ള ഒരു ലൈറ്റ് മിന്നിക്കാൻ തുടങ്ങി. ആ ലൈറ്റ് മിന്നുന്നത് കാണുമ്പോൾ അയാൾ പതുക്കെ അതിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുന്നു. ഇതിനകത്ത് എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. അത് തന്നെയായിരുന്നു ചാർലിക്കും വേണ്ടത്. അയാളെ പിടിക്കാനല്ല, ചാർലി അയാളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. തൽക്കാലം അയാളെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ വേണ്ടി ചാർലി ആ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങി. ആ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി പോകുന്നതിൻ്റെ കൂടെ അതിൻ്റെ പുറകെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ചാർലി അയാളെയും കൊണ്ട് പോകുന്നത് ഈ വീട്ടിനകത്ത് അവൻ്റെ ഒരു സീക്രട്ട് റൂമുണ്ട്. അതിനകത്ത്
വീടിനകത്തേക്കാണ്. സാധാരണ അതിനകത്ത് ഇരുന്നിട്ടാണ് ഇവൻ ഈ ടിമ്മിയെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ അവൻ മറ്റൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അയാൾ അതിൻ്റെ അകത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അയാൾ സേഫായി എന്നാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ ആ മനുഷ്യനും ടിമ്മി പോകുന്ന വഴി അതിന്റെ പുറകെ പോകുന്നു. അതിനുശേഷം ആ സീക്രട്ട് പ്ലേസ് കണ്ടുപിടിച്ച് വേഗം തന്നെ അതിന്റെ അകത്തേക്ക് കയറുന്നു. അങ്ങനെ അതിന്റെ അകത്തേക്ക് കയറിയിരുന്നതിന് ശേഷം അവൻ ടിമ്മിയെ നോക്കി ഒരു താങ്ക്സ് പറഞ്ഞ് അവനൊരു ചെറിയ വാതിൽ വെച്ച് ആ റൂം ക്ലോസ് ചെയ്യുന്നു. ഈ സമയത്താണ് അവന്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. ഒരു ടോർച്ചും പിടിച്ചുകൊണ്ട് അവരവിടേക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന ചാർലിക്ക് ചെറിയൊരു ടെൻഷൻ വരുന്നുണ്ട്. എങ്ങാനും അമ്മ അയാളെ കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ചിട്ട്. പക്ഷെ അവന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ മൊത്തം സെർച്ച് ചെയ്യുന്നുണ്ട്. ആ സീക്രട്ട് പ്ലേസ് മാത്രം അവർ കാണുന്നില്ല. ഈ സമയത്താണ് വീണ്ടും പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നത്. അത് കേൾക്കുന്നതോടുകൂടെ അവർ ആ സെർച്ചിങ് ഒക്കെ നിർത്തി വേഗം ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേ സമയം സാൻഡിനാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പുറത്തു നിന്നും ആ ആളുകളുടെ ലീഡർ അയാളെ വിളിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട് ഡോറിന്റെ അടുത്തേക്ക് വരണം, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുന്ന സാൻഡിന് വേറെ നിവർത്തിയില്ല, പോയി സംസാരിച്ചേ മതിയാവും. അതുകൊണ്ട് അയാൾ വേഗം തന്നെ ഫ്രണ്ട് ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ അവർ തമ്മിൽ മുഖാമുഖം സംസാരിക്കാൻ തുടങ്ങി. എന്തിനാണ് മിസ്റ്റർ സാൻഡിൻ നിങ്ങൾ ഇയാളെ അകത്ത് പൂട്ടി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് അയാളെ ഞങ്ങൾക്ക് വിട്ടു തന്നൂടെ? ഇതിപ്പോ എത്ര സമയമായി എന്നാണ് ആ മനുഷ്യൻ ചോദിക്കുന്നത്. നോക്ക് മിസ്റ്റർ, നിങ്ങൾ ആരാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ അയാളെ പിടിച്ചു വെച്ചതല്ല. അയാൾ ഇതിന്റെ അകത്ത് എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് അയാളെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ആ മനുഷ്യനങ്ങോട്ട് കയറ്റിയതല്ല. ഞങ്ങളുടെ ഒരു ചെറിയ മകനുണ്ട്. അവൻ അബദ്ധം പറ്റി മണ്ടത്തരം കാണിച്ച് അയാൾ ഇതിനകത്തേക്ക് വിളിച്ച് കയറ്റിയതാണ്. എന്തായാലും ഉടനെ തന്നെ ഞങ്ങൾ അയാളെ കണ്ടുപിടിച്ച് തരാം എന്നൊക്കെയാണ് സാൻഡിൻ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ചിരിക്കുകയാണ്. ഈ സമയത്താണ് അവന്റെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ഒരു ചെറിയ മുട കാണിക്കുന്നത്. താനിനി അധികം സംസാരിക്കാൻ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് അവനെ പുറത്തേക്ക് ഇറക്കി തന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവൻ വലിയ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവന്റെ ലീഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു തോക്കെടുത്ത് അവന്റെ കിടുതാപ്പ് നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നു. ആ സ്പോട്ടിൽ അവൻ ഡെഡ് ആവുകയും ചെയ്യുന്നു. പെട്ടെന്ന് അയാൾ അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് കണ്ട് സാൻഡിനാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ നിങ്ങളത് കണ്ടില്ലേ, എനിക്ക് ഇതുപോലുള്ള സ്വഭാവം ഇഷ്ടമല്ല. അവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, എന്നിട്ടും ഞാൻ അവനെ തീർത്തു. അപ്പോൾ നിങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് എൻ്റെ സാധന സാമഗ്രികൾ വരാൻ ഇനി കുറച്ച് സമയം എടുക്കൂ. അതെത്തുന്നതിന് മുമ്പേ അയാളെ പുറത്തേക്ക് ഇറക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ പാടാവാണ്ട് ഇവിടെ തന്നെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണിയും ഞാൻ തീർക്കും എന്നാണ് ആ ലീഡർ പറയുന്നത്. അത് കേൾക്കുന്ന സാൻഡിനാണെങ്കിൽ പേടി കൂടിക്കൂടി വരികയാണ്. ഇതാ ഇപ്പം തന്നെ അവനെ പിടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് സാൻഡിൻ അവിടെ നിന്ന് വേഗം തന്നെ അകത്തേക്ക് പോകുന്നു. ഇതേ സമയം ചാർലി ആണെങ്കിൽ ആ ടിമ്മിയെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് സോയി ആ വണ്ടിയുടെ മുന്നിലേക്ക് വരുന്നത്. ചാർലിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിലേക്ക് നോക്കി അവൾ സംസാരിക്കാൻ തുടങ്ങി. ചാർലി, നീ എവിടെയാണെങ്കിലും അവിടെ സേഫ് ആയിട്ടിരിക്കണം. നമ്മുടെ വീട്ടിന്റെ പുറത്ത് ആരൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം കഴിയുന്നവരെ നീ അവിടെ തന്നെ ഇരിക്കുക. ഞാൻ എന്തായാലും നിന്റെ സീക്രട്ട് റൂമിന്റെ അകത്തേക്ക് പോവാണ് എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുന്ന ചാർലിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ദൈവം എവളെങ്ങാനും അതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മനുഷ്യനെ കാണില്ലേ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. പക്ഷെ അവനൊന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞു. സാൻഡിൻ ഇപ്പോൾ ആ മനുഷ്യനെയും തെരഞ്ഞ വീട്ടിന്റെ അകത്തൂടെ നടക്കുകയാണ്. അയാൾ റൂമിന്റെ അകത്തേക്ക് കയറുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അയാൾ കാണുന്നത്. ആ മനുഷ്യൻ സോയിയെ വട്ടം പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല അവളുടെ ദേഹത്തേക്ക് ഒരു തോക്കും ചൂണ്ടിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അവൾ അയാളെ പിടിച്ചത് എന്ന് നമുക്കറിയാലോ. അവൾ ചാർലിയുടെ ആ റൂമിലേക്ക് കയറാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അവിടെ വെച്ചിട്ട് അയാൾ പിടിച്ചിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥയിൽ സാൻഡിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇയാൾ നിന്നെ ഒന്നും ചെയ്യത്തില്ല, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും എന്നാണ് അയാൾ അയാളുടെ മകളോട് പറയുന്നത്. മാത്രമല്ല അവളെ വിട്ടു തരണം, നിങ്ങൾ എന്തായാലും ഒന്ന് മരിക്കാൻ പോവാണ്. എന്തിനാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടിന്റെ വെളിയിലേക്ക് പോകണം എന്നൊക്കെയാണ് സാൻഡിൻ പറയുന്നത്. പക്ഷെ അയാളുടെ ഭാഗം അയാൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും. ഞാൻ ഈ രാത്രി മരിക്കേണ്ടവനല്ല. അതുകൊണ്ട് നാളെ നേരം വെളുക്കട്ടെ, അതുവരെ എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇവളെ എനിക്ക് ഇതുപോലെ പിടിച്ചു വെച്ചേ പറ്റൂ എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് അയാളുടെ പുറകിലായിട്ട് മേരി തോക്കും പിടിച്ചുകൊണ്ട് വരുന്നത്. പൊട്ടത്തി 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 കണ്ടപാടെ ഷൂട്ട് ചെയ്യേണ്ടതാണ്. അവൾ ആ തോക്കും പിടിച്ചുകൊണ്ട് വെറുതെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ കുറേ സമയം അതും പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞിട്ടാണ് അത് പൊട്ടിക്കാൻ അവൾക്ക് തോന്നുന്നത്. പക്ഷെ ആ സമയത്ത് അതിനകത്താണെങ്കിൽ ഉണ്ടയുമില്ല. പെട്ടെന്ന് കാഞ്ചി വലിച്ച ശബ്ദം കേൾക്കുമ്പോൾ ആ മനുഷ്യൻ സോയെ എടുത്തിട്ട് അവിടെയുള്ള ചുമരിലൊരു ഇടി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവൾ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. പക്ഷെ അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അയാൾ ഓടാൻ തുടങ്ങുന്നത് കാണുമ്പോൾ സാൻഡിൻ നേരെ അയാളുടെ പുറകിലേക്ക് ചാടി വീഴുന്നു. അതിനുശേഷം അയാളുടെ കയ്യിലെ തോക്ക് വെച്ചിട്ട് ഒരു വെടി പൊട്ടിക്കുന്നു. അത് അയാളുടെ ദേഹത്ത് എവിടെയാണ് കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അയാളെ പിടിച്ച് ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ ഇടിച്ച് അയാൾ അവശനാക്കുന്നു. അയാൾക്കിപ്പോൾ അനങ്ങാൻ പറ്റത്തില്ലാത്തൊരു സ്റ്റേജിലാവുമ്പോൾ സാൻഡിന്റെ നിർദ്ദേശപ്രകാരം മേരി വേഗം തന്നെ ഒരു ടാപ്പ് അയാൾക്ക് കൊടുക്കുന്നു. അങ്ങനെ അയാൾ ആ ടാപ്പ് വെച്ച് അവനെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. അവന്റെ വായിലും കാലിലെല്ലാം അത് കിട്ടുന്നുണ്ട്. പക്ഷെ അത് കിട്ടുന്നതിനിടയിൽ അയാൾ വീണ്ടും കുതറാൻ തുടങ്ങി. ഇനി അയാളെ
നിലയ്ക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ അയാളെ വേദനിപ്പിക്കണം. അതിനൊരു ക്രൂരമായ മാർഗമാണ് സാൻഡിൻ കണ്ടെത്തുന്നത്. അയാളുടെ ശരീരത്ത് ആ വെടികൊണ്ടുണ്ടായ മുറിവുണ്ടല്ലോ, അവിടെ എന്തെങ്കിലും വെച്ച് ഞെക്കുക. അതിനുവേണ്ടി ഒരു കത്തിയാണ് അയാൾ എടുക്കാൻ പറയുന്നത്. അങ്ങനെ ആ കത്തി വെച്ച് മേരി അയാളുടെ ആ മുറിവിൽ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളാണെന്നുണ്ടെങ്കിൽ വേദന സഹിക്കാൻ പറ്റാതെ കരച്ചിലോട് കരച്ചിൽ. അങ്ങനെ വേദന കാരണം തൽക്കാലം അയാൾ കുതിർന്ന് നിർത്തുന്നു. ആ ഒരു അവസരത്തിൽ സാൻഡിനാണെങ്കിൽ ആ ടാപ്പ് വെച്ച് അയാളുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടെ കിട്ടുന്നു. സാൻഡിൻ ഇപ്പോൾ ഒരു ക്രൂരമായ മൃഗത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ആ മനുഷ്യന്റെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കുന്നില്ല. പക്ഷെ മേരി അങ്ങനെയല്ല. നമ്മൾ നേരത്തെ കണ്ടാണല്ലോ, അവൾ വളരെ നിഷ്കളങ്കമായ ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ മുഖത്തേക്ക് അവൾ നോക്കുന്നുണ്ട്. ആ മനുഷ്യനാണെങ്കിൽ വളരെ ദയനീയമായ രീതിയിൽ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ആ അവസ്ഥ കാണുമ്പോൾ പിന്നീട് മേരിക്ക് അയാളെ ഉപദ്രവിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എന്താണ് മനുഷ്യ ഈ ചെയ്യുന്നത്? ഇങ്ങനെ ഒരാളെ എന്തിനാണ് നമ്മൾ ഉപദ്രവിക്കുന്നത്? നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോടെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. ആ സംസാരത്തിനിടയിലാണ് ചാർലി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അവൻ അതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. മേരി തിരിഞ്ഞു നോക്കുമ്പോൾ ചാർലിയെ കാണുന്നില്ല. അവൻ എങ്ങോട്ടാണ് പോയത് എന്നവർക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അപകടമാണ്. അതുകൊണ്ട് തന്നെ മേരി അവനെ പിടിക്കാൻ വേണ്ടി വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം സാൻഡിനാണെങ്കിൽ ആ മനുഷ്യന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. ഇനി എന്താണ് അവനെ വെച്ച് ചെയ്യേണ്ടത് എന്നയാൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അയാൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സോയി അയാളുടെ അടുത്തേക്ക് വരുന്നത്. അവളുടെ ആ അവസ്ഥയൊക്കെ കാണുമ്പോൾ അയാൾക്ക് ശരിക്കും സങ്കടം വരാൻ തുടങ്ങി. നീ എന്നോട് ക്ഷമിക്കണം മോളെ, ഹെൻറിയുടെ കാര്യത്തിൽ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇന്നത്തെ ഈ രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ, നാളെ ആകുമ്പോഴേക്കും എല്ലാം ശരിയാവും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഇല്ല ഡാഡ്, അങ്ങനെ ശരിയാവാൻ പോകുന്നില്ല. നിങ്ങളിത് കണ്ടില്ലേ, എന്തൊക്കെയാണ് നിങ്ങൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇതിന്റെ ഫലം നമ്മൾ തീർച്ചയായിട്ടും അനുഭവിക്കും. നമുക്കിനി ഒരിക്കലും നല്ലൊരു നാളെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അതൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് അയാൾ. ഈ സമയം ആ മനുഷ്യനാണെങ്കിൽ സാൻഡിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ അവസ്ഥ. ഇപ്പൊ ഞാനല്ലേ നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി എന്നെ ഈ വീട്ടിന്റെ പുറത്തേക്ക് ഇറക്കിക്കോ എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അത് കേട്ടിട്ടും അയാൾ ഒരു മറുപടിയും പറയുന്നില്ല. ഇതേ സമയം മേരി ആണെങ്കിൽ ചാർലിയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അവൾ താഴെ എത്തുമ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. പുറത്ത് എന്തോ ഒരു വലിയ വണ്ടി വന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അത് ആളുകളുടെ സാധന സാമഗ്രികളായിട്ട് വന്ന വണ്ടിയായിരുന്നു. അവൾ പതുക്കെ വാതിലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആ ആളുകളൊക്കെ എന്തൊക്കെയോ ചങ്ങലയൊക്കെ വലിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ ചങ്ങല വെച്ചിട്ട് അവരുടെ ഡോറ് പൊളിക്കാനാണ് അവരുടെ ശ്രമം എന്ന കാര്യം മേരിക്ക് മനസ്സിലായി. അവൾ വേഗം തന്നെ സാൻഡിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം അവൾ കണ്ട കാര്യങ്ങളൊക്കെ അയാളോട് പറയുന്നു. നീ ടെൻഷൻ അടിക്കാതെ നിൽക്ക്, നമുക്ക് മറ്റെന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. എന്തായാലും നമുക്ക് അയാളെ വിട്ടുകൊടുക്കണ്ട, നമുക്ക് അയാളെയും രക്ഷിച്ചേ പറ്റൂ എന്നാണ് സാൻഡിൻ പറയുന്നത്. ഈ സമയം ചാർലി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് കാണുമ്പോൾ നീ പേടിക്കേണ്ട മോനെ, അയാളെ ഞങ്ങൾ രക്ഷിച്ചോളാം. നീ ഒരു കാര്യം ചെയ്യ്, ഈ തോക്കും പിടിച്ച് നേരെ ബേസ്മെന്റിലേക്ക് ചെല്ല്. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇങ്ങോട്ട് ഇനി കയറി വരരുത് എന്ന് പറഞ്ഞ് അയാൾ അവനെ ബേസ്മെന്റിലേക്ക് പറഞ്ഞയക്കുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്യാനാണ് നിങ്ങൾ പോകുന്നത്? മറ്റൊന്നുമല്ല മേരി, നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് അയാൾ മറുപടി പറയുന്നത്. അങ്ങനെ ആ ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സാൻഡിൻ മേരിയും കൊണ്ട് നേരെ അയാളുടെ തോക്കിന്റെ കളക്ഷന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അവരെല്ലാവരും പെട്ടെന്ന് തന്നെ 2-3 തോക്കുകൾ കയ്യിലെടുക്കുന്നു. ഈ സമയത്താണ് പുറത്തു നിന്നും ആ ലീഡറുടെ ശബ്ദം കേൾക്കുന്നത്. അവർ വേഗം തന്നെ ആ വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്നു. ഈ സമയം അയാൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ മിസ്റ്റർ സാൻഡിൻ, നിങ്ങൾക്ക് തന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതുവരെയായിട്ടും ആ പന്നിയെ നിങ്ങൾ പുറത്തേക്ക് ഇറക്കി തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടിച്ചകത്തേക്ക് കയറാൻ പോവാണ് എന്നൊക്കെയാണ് അയാൾ വിളിച്ചു പറയുന്നത്. അങ്ങനെ അയാളുടെ നിർദ്ദേശപ്രകാരം അയാളുടെ ആളുകളെല്ലാം ചേർന്ന് ആ വീട് തകർക്കാൻ തുടങ്ങി. അത് കാണുന്ന മേരിയും സാൻഡിനും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി ഒളിക്കുന്നു. അങ്ങനെ കുറച്ച് സമയത്ത് ആ വീട് തകർക്കലൊക്കെ കഴിഞ്ഞ് ഓരോരോ ആളുകൾ അകത്തേക്ക് കയറാൻ തുടങ്ങി. അവരെല്ലാം പാട്ടും പാടി പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറി വരുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യനെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരപ്പോഴേ കൊല്ലും. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും. അങ്ങനെ ആ കൂട്ടത്തിന്റെ ലീഡറും ആ വീട്ടിന്റെ അകത്തേക്ക് കയറി വരുന്നു. അതിനുശേഷം സാൻഡിനെയും കുടുംബത്തിനെയും അന്വേഷിച്ച് നടക്കുകയാണ്. ഇതേ സമയം തന്നെ ചാർലി താഴെ പതുങ്ങിയിരിക്കുകയാണ്. ആ അരണ്ടമായ വെളിച്ചത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ ആ കാഴ്ച കാണുന്നത്. അതിലൊരു മുഖംമൂടിക്കാരൻ അവന്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വെളിച്ചത്തിൽ അതുപോലൊരു മുഖംമൂടി കണ്ടുള്ള അവസ്ഥ എന്തായിരിക്കും? അതേ അവസ്ഥ തന്നെയായിരുന്നു അവന്. അവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അയാളാണെന്നുണ്ടെങ്കിൽ അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ അവനെ കൊല്ലാൻ വേണ്ടി തോക്കെടുക്കുന്നു. 4 വെടിശബ്ദം. അത് 4 അയാളുടെ നെഞ്ചിനാണ് കൊണ്ടത്. സാൻഡിനായിരുന്നു അത്. അയാളെ വെടിവെച്ച് കൊന്നതിന് ശേഷം സാൻഡിൻ പെട്ടെന്ന് തന്നെ ചാർലിയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ചാർലിയെ സേഫ് ആക്കിയതിന് ശേഷം സാൻഡിൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ഒരു തോക്കും അയാൾ കയ്യിലെടുത്തിട്ടുണ്ട്. പെട്ടെന്നാണ് ഒരുത്തൻ അയാളുടെ മുന്നിലേക്ക് വരുന്നത്.
ഒരൊറ്റ വെടി സ്പോട്ടിൽ തന്നെ സാൻഡിനെ അയാളെ തീർക്കുന്നു. ഈ സമയം ഒരു പെണ്ണാണെങ്കിൽ ഒരുത്തന്റെ തോളിൽ കയറി ഒരു മഴവും പിടിച്ചോണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ അവിടുത്തെ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ട് ചിരിച്ചോണ്ടാണ് വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും നേരെ സാൻഡിന്റെ മുന്നിലേക്കാണ് ചെല്ലുന്നത്. അത് കണ്ടോടനെ തന്നെ സാൻഡിനെ അവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. വെടിശബ്ദം കേൾക്കുമ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്ക് ഓടി മാറുന്നു. അങ്ങനെ അവർ 3 പേരും കൂടെ ഒരു കിടിലൻ ഫൈറ്റ് നടക്കുകയാണ്. അയാളാണെന്നുണ്ടെങ്കിൽ തോക്കും എടുത്തിട്ടുണ്ട്, ആ പെണ്ണാണെങ്കിൽ ഒരു മഴവും എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരത്തെ ഫൈറ്റിന് ശേഷം സാൻഡിന് ആ തോക്ക് വെച്ച് ആ പെണ്ണിനെ പുകച്ചു കളയുന്നു. ഈ സമയത്താണ് മറ്റവൻ അയാളോട് ഫൈറ്റ് ചെയ്യാൻ വരുന്നത്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അയാൾ അവനെയും കൊന്നു കളയുന്നു. ഈ സമയത്താണ് പുറത്തുനിന്ന് ഒരുത്തം വരുന്നത്. സാൻഡിനുണ്ടോ വിട്ടുകൊടുക്കുന്നു. അവൻ അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അയാൾ ആ മഴ വെച്ച് അവന്റെ പുറം പൊളിച്ചു കളയുന്നു. അങ്ങനെ എല്ലാവരെയും കൊന്നു കഴിയുമ്പോഴാണ് സാൻഡിന് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ആ ലേഡിയുടെ മുഖത്ത് മുഖംമൂടിയില്ല. അയാൾ നോക്കുമ്പോൾ അയാൾക്ക് അറിയാവുന്ന ഒരു പെണ്ണാണത്. അതുകൊണ്ട് തന്നെ അയാളാകെ സംശയിച്ച് നിൽക്കുകയാണ്. ആ കാര്യം മേരിയോട് പറയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ ഗ്യാങ്ങിന്റെ ലീഡർ അങ്ങോട്ട് വന്ന് അയാളുടെ വയറ്റത്ത് കത്തിവെച്ച് കുത്തുന്നത്. നൈസായിട്ടൊരു കേട്ടലായിരുന്നു അത്. അതിനുശേഷം അയാൾ സാൻഡിനോട് സംസാരിക്കാൻ തുടങ്ങി. ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട മിസ്റ്റർ സാൻഡിൻ, ഈ പർജിലൂടെ നിങ്ങളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവനെ ഇങ്ങോട്ട് വിട്ടു തന്നാ പോരായിരുന്നോ? പക്ഷെ നിങ്ങൾക്ക് അഹങ്കാരമായിരുന്നു. എന്തായാലും ഇത്രയും മനോഹരമായ ഒരു പർജ് ഈ വർഷം ചെയ്യാൻ എന്നെ അനുവദിച്ചതിന് നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് അയാൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. അരേ വാ, സൈക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം. അങ്ങനെ അയാളെ കൊന്നതിന് ശേഷം അവൻ അവന്റെ അടുത്ത ഇരയും തേടി അപ്പുറത്തെ റൂമിലേക്ക് നടക്കുന്നു. പക്ഷെ സാൻഡിന് ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. അയാൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ചാർലി ആണെങ്കിൽ ആ CCTV റൂമിലിരിക്കുകയാണ്. ആ ഗ്യാങ്ങിലെ കുറച്ചു പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഗ്രേസും അവളുടെ ഹസ്ബൻഡും അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവളും അവളുടെ ഹസ്ബൻഡും കൂടെ അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം വെടിവെച്ച് കൊല്ലുന്നു. അതിനുശേഷം അവർ സാൻഡിന്റെ വീട്ടിന്റെ അകത്തേക്കാണ് നടക്കുന്നത്. ഇതേ സമയം മേരി ആണെങ്കിൽ ആ വീടിന്റെ മറ്റൊരു സ്ഥലത്താണ്. പെട്ടെന്നാണ് 2 പേർ അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഒരാണും ഒരു പെണ്ണും വരുന്നത്. അവർ വേഗം തന്നെ മേരിയെ പിടിച്ച് അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞ് ആ ലേഡി വലിയൊരു വാള് കയ്യിലെടുക്കുന്നു. അതിനുശേഷം അവളെ വെട്ടാൻ ഒരുങ്ങുമ്പോഴാണ് ടേ 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 2 പേർക്കിട്ടൊരു 4-5 വെടി കൊള്ളുന്നു. ഈ വെടിവെച്ച ആളുകൾ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ദമ്പതികൾ ഉണ്ടായിരുന്നല്ലോ, വഴിയിൽ വെച്ച് ഗ്രേസിനോടും മേരിയോടും സംസാരിച്ച 2 ആളുകൾ, അവരാണത്. അവർ വെടിവെച്ച ഉടനെ തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ആ വീട്ടിനകത്ത് വെടിശബ്ദം കേൾക്കാൻ തുടങ്ങി. ഈ സമയം മേരി വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുന്നു. അവൾ നോക്കുമ്പോൾ സാൻഡിൻ കഷ്ടപ്പെട്ട് ആ കോണി വഴി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അയാൾക്ക് അപകടം പറ്റിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ മേരി ഓടിച്ചെന്ന് അയാളെ പിടിക്കുന്നു. ഈ സമയം ആകുമ്പോഴേക്കും ചാർലി അങ്ങോട്ട് വരുന്നുണ്ട്. അയാൾക്ക് കുത്തേറ്റത് കൊണ്ട് തന്നെ അയാൾക്ക് സംസാരിക്കാനൊന്നും സാധിക്കുന്നില്ല. ഈ സമയത്താണ് ആ ഗ്യാങ്ങിന്റെ ലീഡർ അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം അവരെ കൊല്ലാൻ വേണ്ടി തോക്കെടുക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾക്കിട്ടും വെടിയേൽക്കുന്നത്. ഒരു റൗണ്ട് ബുള്ളറ്റ് മുഴുവൻ അയാളുടെ ശരീരത്തിൽ കയറുന്നുണ്ട്. അത് സോയിയായിരുന്നു. അവളാണ് അയാളെ വെടിവെച്ച് കൊന്നത്. അതിനുശേഷം അവൾ ഓടിച്ചെന്ന് അവളുടെ അച്ഛൻ്റെ അടുത്തിരിക്കുന്നു. അങ്ങനെ അയാളുടെ അവസാന നിമിഷമാണത്. അയാളുടെ ഫാമിലി മൊത്തം അയാളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ നോക്കിയിരിക്കെ അയാൾ കണ്ണുകൾ അടയ്ക്കുന്നു. അതൊക്കെ കണ്ട് വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ 3 പേരും. ഈ സമയത്താണ് ഗ്രേസും ടീമും അങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ നോക്കിയപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആരോ വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും നിങ്ങൾ എന്തോ പ്രശ്നത്തിലാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നാണ് ഗ്രേസ് പറയുന്നത്. ഒരുപാട് നന്ദിയുണ്ട് ഗ്രേസ്, നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും രക്ഷപ്പെട്ടത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല എന്നൊക്കെയാണ് മേരി പറയുന്നത്. ഒന്ന് അടങ്ങ് മേരി, നീ അധികം അങ്ങോട്ട് ഞങ്ങളെ പുകഴ്ത്തല്ലേ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ രക്ഷിക്കാനല്ല, വേറൊരാളും അങ്ങനെ നിങ്ങളെ കൊല്ലണ്ട. ആ ഒരു ഡ്യൂട്ടി ചെയ്യേണ്ടത് ഞങ്ങളാണ് എന്നാണ് ഗ്രേസ് പറയുന്നത്. അത് കേൾക്കുന്ന മേരിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഗ്രേസിന്റെ നിർദ്ദേശപ്രകാരം അവരെല്ലാവരും കൂടെ കുട്ടികളെയും മേരിയും പിടിച്ചു വലിക്കാൻ തുടങ്ങി. അവരെ കൊല്ലാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി അവരെല്ലാവരും ചേർന്ന് അവരുടെ കയ്യിലും കാലിലൊക്കെ ടേപ്പ് വെച്ച് ചുറ്റാൻ തുടങ്ങി. ഈ സമയം എന്തിനാണ് ഞങ്ങളോട് ഇത് ചെയ്യുന്നത് എന്ന് മേരി ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയുന്നത് ഗ്രേസ് ആണ്. നിങ്ങൾക്കറിയോ ഞങ്ങൾ നിങ്ങളെ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്ന്. ഞങ്ങൾ കാരണമാണ്, ഞങ്ങളുടെ പൈസ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സാമ്രാജ്യം കെട്ടിപ്പോക്കിയത്. എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളെ നോക്കി പല്ലിളിക്കുന്നു. അങ്ങനെ നിങ്ങൾ മാത്രം പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കണ്ട, നിങ്ങളൊക്കെ മരിക്കേണ്ടവരാണ്. ഈ ദിവസം ഞങ്ങളത് ചെയ്യാൻ പോവാണ് എന്നാണ് ഗ്രേസ് മറുപടി പറയുന്നത്. അങ്ങനെ അവൾ അത്രയും സംസാരിച്ചതിന് ശേഷം എല്ലാവരും ചേർന്ന് അവരെ കെട്ടിയിടുന്നു. അതിനുശേഷം അവരെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ വീട്ടിൽ ഒളിച്ചിരുന്ന ആ മനുഷ്യൻ പുറത്തേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ ആ കൂട്ടത്തിലുള്ള ഒരുത്തനെ അയാൾ വെടിവെച്ച് വീഴ്ത്തുന്നു. അതിനുശേഷം തോക്കും ചൂണ്ടിക്കൊണ്ട് മേരിയുടെയും കുട്ടികളുടെയും കെട്ടുകൾ അഴിക്കാൻ പറയുന്നു. ഗ്രേസിനും ടീമിനും മറ്റൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് തന്നെ അവർ കെട്ടുകൾ അഴിക്കാൻ തുടങ്ങി. അങ്ങനെ കെട്ടുകളൊക്കെ അഴിച്ചതിന് ശേഷം 2 ടീമും 2 ഭാഗത്തായിട്ട് നിൽക്കുകയാണ്.
ആ മനുഷ്യനാണെങ്കിൽ ഇപ്പോഴും ഗ്രേസിന്റെയും ടീമിനെയും നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. അയാൾ മേരിയോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ പറ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇവരെ കൊന്നു കളഞ്ഞേക്കട്ടെ? അയാൾ ചോദിക്കുന്നു. പക്ഷെ മേരി അതിന് മറുപടി പറയുന്നില്ല. ഈ സമയം ഗ്രേസ് സംസാരിക്കാൻ തുടങ്ങി. എന്തിനാണ് മേരി നീ മിണ്ടാതെ നിൽക്കുന്നത്? ഞങ്ങളെ കൊല്ലാൻ പറ. ഇനി എന്തിനാണ് ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ട ആവശ്യം എന്നൊക്കെയാണ് ഗ്രേസ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വേണ്ട ഗ്രേസ്, ഈ രാത്രി ഇനി ആരും മരിക്കണ്ട. 7 മണിയാവാൻ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. അതുവരെ നമുക്ക് സമാധാനത്തോടെ ഇവിടെ ഇരിക്കാം എന്നാണ് മേരി മറുപടി പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരു ടേബിളിന് ചുറ്റും വട്ടത്തിലിരിക്കുകയാണ്. 7 മണിയാവാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഇരിക്കുന്ന ആളുകളുടെ മുഖത്തൊക്കെ വല്ലാതെ കുറ്റബോധം നിഴലിക്കുന്നുണ്ട്. ഈ സമയം മേരി നോക്കുമ്പോൾ കുട്ടികളാണെങ്കിൽ അച്ഛന്റെ ശരീരവും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ശ്രദ്ധ അങ്ങോട്ടാവുന്ന ആ നിമിഷത്തിൽ പെട്ടെന്ന് ഗ്രേസ് അവിടെയുള്ള തോക്കെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് മേരി ആ തോക്കെടുത്ത് അവളുടെ മൂക്കിനിട്ടൊരു ഇടി കൊടുക്കുന്നത്. നല്ല കിടിലം കുത്തായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്തു നിന്നും ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം മേരി ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. നിന്നോട് പറഞ്ഞതല്ലടി ഇന്നത്തെ ദിവസം ഇനി ആരും മരിക്കണ്ടാന്ന്. അത് പറഞ്ഞെന്താ നിന്റെ തലയെ കയറത്തില്ലേ എന്നാണ് അവൾ ദേഷ്യത്തോടെ ചോദിക്കുന്നത്. ഈ സമയത്താണ് പറഞ്ഞ് അവസാനിച്ചു എന്നുള്ളതിന്റെ സൂചനയായി ആ വലിയ സൈറൻ മുഴങ്ങുന്നത്. ഇനിയിപ്പോ ആർക്കും ആരെയും കൊല്ലാൻ സാധിക്കത്തില്ല. ആ സൈറൻ മുഴങ്ങിയ ശബ്ദം കേൾക്കുമ്പോൾ മേരി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവർക്കും സമാധാനമായെന്ന് വിചാരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് എല്ലാവർക്കും എന്റെ വീട്ടിൽ നിന്ന് പോവാം എന്നാണ് അവൾ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് മേരി അയാളോട് ഒരു നന്ദി പറയുന്നത്. അത് കേൾക്കുന്ന അയാളാണെങ്കിൽ അവരോടൊരു ഗുഡ് ലക്ക് പറഞ്ഞതിന് ശേഷം വേഗം തന്നെ ആ വീട്ടിൽ നിന്ന് പോകുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. റോഡിൽ നിന്നും പോലീസ് വണ്ടികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ മേരിയും കുട്ടികളും വീട്ടിന്റെ പുറത്തേക്ക് വന്നെന്ന് നോക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 പേരാണ് ഈ പർജ് ദിവസത്തിൽ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും വിഷമമാണ്. പക്ഷെ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ജീവിതമാണ്, അത് ജീവിച്ച് തീർത്തേ പറ്റൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവർ.